ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു കൽക്കി യൂണിവേഴ്സ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൽക്കി കണ്ടു, പ്രഭാസ് നായകനായ. എൻ്റെ പൊന്ന് ഗായ്സ്, എനിക്ക് ഒരു കാര്യമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. ഹോളിവുഡ് ഇന്ത്യൻ മൂവി. ഈ സിനിമ സത്യം പറയാലോ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റും. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ സിനിമയുണ്ടല്ലോ ഇന്ത്യയുടെ വാല്യൂ ഈ ലെവലിലേക്ക് എത്തിക്കും. 600 കോടി ബഡ്ജറ്റ് പടം. ഹോളിവുഡിൽ ഇതുപോലത്തെ ഒരു പടം പിടിക്കണമെങ്കിൽ മിനിമം 1500 കോടിയെങ്കിലും വേണം. പക്ഷേ ഈ 600 കോടി, എൻ്റെ പൊന്നോ, 600 കോടി പടം എന്ന് പറഞ്ഞാലോ അതിന് മേലെ നമുക്ക് ഈ പടം തന്നുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു 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 ഫീല്. ഈ പടം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഈ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലത്തെ അത്യാവശ്യം ഒട്ടുമിക്ക നായകന്മാരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. നമ്മുടെ കമൽഹാസനുണ്ട്, അതുപോലെ തന്നെ പ്രഭാസ്, പിന്നെ ആരാണ് വിജയ് ദേവരകൊണ്ട, പിന്നെ ആരായിരുന്നു ദുൽഖർ സൽമാൻ. ഇവരെല്ലാം ഈ സിനിമയിൽ വന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നായകന്മാരും ഉണ്ട് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ അന്നാബൻ, പിന്നെ ശോഭന, അങ്ങനത്തെ നായകന്മാർ വന്നുണ്ട്. പിന്നെ ദീപിക പടുക്കോണുണ്ട്. നമ്മുടെ ബോളിവുഡിൽ നിന്ന് നോക്കുമ്പോൾ അമിതാഭ് ബച്ചനുണ്ട്. അങ്ങനെ ഒരു നല്ല വലിയ താരനിരയുള്ള ഒരു പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഭാസിൻ്റെ മാത്രം ഒരു പടമല്ല. ഒരു വൺ മാൻ ഷോ ഇതിൽ വന്നേ ഇല്ല. എല്ലാവരും ഈ പടത്തിൽ വന്ന എല്ലാ ആൾക്കാർക്കും, ഓരോ ആൾക്കാർക്കും അതിൻ്റേതായ റോൾസും അതിൻ്റേതായ പ്രസക്തി കൊടുത്തിട്ടാണ് ഈ പടം പിടിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ ഒരു വൺ മാൻ ഷോ കാണുന്നത് നമുക്ക് ഈ പടത്തിൽ വൺ മാൻ ഷോ എന്ന് പറയാനേ പറ്റില്ല. ഓരോ ലേഡി കഥാപാത്രങ്ങൾക്കാണെങ്കിൽ അതിൻ്റേതായ പവർ കൊടുത്തിട്ടുണ്ട്. അന്നാബെന്നിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു പവറും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ആ ക്യാരക്ടറിന് അവിടെ ആവശ്യമുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭനയ്ക്കും പുള്ളിക്കാരത്തിന് അവിടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിന് അവിടെ ആവശ്യമാണ്. നമ്മൾ അതാണ് ഇപ്പോൾ കുറേ പേര്, ഇപ്പോൾ ദുൽഖർ സൽമാൻ ആണെങ്കിലും അന്നാബൻ ആണെങ്കിലും ശോഭനയൊക്കെ ആണെങ്കിലും കുറച്ച് സമയമേ ഉള്ളൂ സിനിമയിൽ. പക്ഷേ ഇവരൊക്കെ ആ സീനിൽ ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെയാണ് ഗൈസ് ഈ പടം എടുത്തു വെച്ചേക്കണേ. പ്രഭാസ്, ഞാൻ ബാഹുബലി കഴിഞ്ഞതിന് ശേഷം പ്രഭാസ് പുള്ളിക്ക് എക്സ്പ്രഷൻ വന്നില്ല എന്ന് ആൾക്കാർ പറഞ്ഞു ഓരോ പടത്തിലും. ഈവൻ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സലാറിന് പ്രതീക്ഷിച്ച വലിയ റിവ്യൂ കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആദിപുരുഷ്, അതൊക്കെ വന്നിട്ട് വമ്പൻ ഫ്ലോപ്പായി പോയ പടങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കൂൾ ആൻഡ് സിമ്പിൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് കിടിലനായിട്ടാണ് പ്രഭാസ് ഇതിൽ അഭിനയിച്ചേക്കണേ. പിന്നെ പ്രഭാസിൻ്റെ ഒരു വണ്ടിയുണ്ട്, ബുജി എന്ന് പറഞ്ഞ വണ്ടി. അതിന് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് നമ്മുടെ കീർത്തി സുരേഷാണ്. ആ വണ്ടിക്ക് വരെ ഒരു സ്പെഷ്യൽ AI വെച്ചുള്ള സെറ്റപ്പിലുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി വരെ ഈ പടത്തിലൊരു വലിയ റോൾ വഹിക്കണമെന്നാണ് ഈ പടത്തിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സെറ്റപ്പാന്ന് പറയുമ്പം ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാതെ, കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാതെ ഈ പടം സെറ്റപ്പാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഡയറക്ടർ നാഗ് അശ്വിൻ, പുള്ളി 600 കോടി കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരു വലിയ ഷൗട്ട് ഔട്ട് ഈ പടത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഗൈസ് ഈ പടം എഴുതി വെച്ചേക്കണേ. ഈ പടത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സ് ഇല്ലേ, നമ്മളിപ്പോൾ മാർവലിലാണെങ്കിലും DC-യിലാണെങ്കിലും ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഈ കോമിക്സിലെ ഓരോ യൂണിവേഴ്സ്, അതുപോലത്തെ ഒരു യൂണിവേഴ്സാണ് ഇതിൽ പണിത് വെച്ചേക്കണം. ഈ യൂണിവേഴ്സ് അവസാന ക്ലൈമാക്സിലേക്കൊക്കെ ആകുമ്പോൾ മഹാഭാരതമായിട്ടൊരു ബ്ലെൻഡിങ് ഉണ്ട്. ഗംഭീര ബ്ലെൻഡിങ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. രീതിയിലുള്ള ബ്ലെൻഡിങ് ആണ്. കാര്യം ഈ പടത്തിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് കുറച്ച് ഷോട്ട് കാണുമ്പോൾ. എന്ന് വെച്ചാൽ യൂണിവേഴ്സ് കാണുമ്പം ആ യൂണിവേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് മനസ്സിലാവും ഈ പടത്തിൻ്റെ റേഞ്ച് ഏത് ലെവലിലേക്കാണെന്നുള്ളത്. ആദ്യം തൊട്ട് നമുക്ക് ആ ലെവൽ മനസ്സിലായി തുടങ്ങി. പിന്നെ പടം അങ്ങോട്ട് കയറി പോവാണ്. പ്രഭാസിൻ്റെ ക്യാരക്ടർ വന്ന് ബിൽഡ് ചെയ്ത് പോണ ഒരു സീനാണ് ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫിനെയും കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗ്രൂപ്പായിട്ടൊരു ആൾക്കാരുടെ ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ. പുള്ളി സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കസറുമായിരുന്നു. പുള്ളി സെക്കൻഡ് ഹാഫിൽ പടം കൊണ്ടുപോയെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ കമൽഹാസൻ, പുള്ളിയാണല്ലോ ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ പുള്ളി തന്നെ അങ്ങ് എടുത്തിട്ട് പോവും. മാരക വില്ലനാട്ടോ. എന്ന് വെച്ചാൽ പുള്ളി ആകെ 1-2 ഷോട്ടുകളിലൊക്കെ വന്നുള്ളൂ. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ കാണാം കളി മാറുന്നത് പുള്ളിയുടെ. ആ വന്ന 1-2 ഷോട്ടിലൊക്കെ ഉണ്ടല്ലോ
തിയേറ്ററൊക്കെ ഇങ്ങനെ അഡ്രിനാലിനൊക്കെ ഇങ്ങനെ 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 കൂടി കൂടി വരുമായിരുന്നു. അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. ലാസ്റ്റ് ആയിക്കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തീരാറാകുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ രോമാഞ്ചും അഡ്രലാനും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നോ, എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കണ്ടേന്ന് അറിയില്ല. ഒരുപാട് പറഞ്ഞാൽ ഇതായിപ്പോവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോയിലർ സെറ്റപ്പായി പോവും. അതാണ് ഞാൻ ഇങ്ങനെ എവിടെയും തൊടാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, OTT വന്നതിന് വേണ്ടി ഒരിക്കലും ഈ പടം കാണാൻ നോക്കിയിരിക്കരുത്. ഇന്ത്യൻ സിനിമയുടെ സീൻ മാറ്റണ ഒരു പടമായിട്ടാണ് കൽക്കി 2898 AD എനിക്ക് തോന്നിയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഒരിക്കലും OTT വരാൻ വേണ്ടി ഇത് വെയിറ്റ് ചെയ്യരുത്. ഗോ ടേക്ക് എ ടിക്കറ്റ് ആൻഡ് വാച്ച്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു മാർവൽ ഫിലിം കാണണം, അല്ലെങ്കിൽ ഒരു DC ഫിലിം കാണണം. ആ ഒരു ഫീലാണ് ഗൈസ് ഈ പടം കാണുമ്പോൾ. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും, ഹോളിവുഡ് സിനിമയാണോ കാണുന്നത് എന്ന് ചിന്തിച്ചു പോകും. അത് മഹാഭാരതമായിട്ട് ബ്ലെൻഡ് ആകുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, നമ്മുടെ ചരിത്രമായിട്ട് ആ യൂണിവേഴ്സ് ബ്ലെൻഡ് ആകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. അത് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. നിങ്ങൾ മസ്റ്റ് വാച്ച്. ഒരു 200 രൂപ കൊടുത്ത് പോയി കാണാൻ പടം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം പ്രഭാസിൻ്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ലോക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോക സിനിമകളുടെ ഇടയിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു പടമാണ് കൽക്കി. അപ്പം നിങ്ങളത് വിറ്റ്നസ് ആകുക, പോയി പടം കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.